നമ്മൾ ചിലപ്പോഴൊക്കെ ഒരു ക്ലോക്കിലേക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അതിൻ്റെ സെക്കൻഡ് സൂചി ഒരു സെക്കൻഡ് നേരത്തേക്ക് അനങ്ങാതെ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? ചിലപ്പോഴെങ്കിലും, ഒരു നിമിഷമെങ്കിലും. ഇതാണ് ക്രോണോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അതായത് ക്ലോക്കിന് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടൊന്നും അല്ല സംഭവിക്കുന്ന, പകരം നമ്മുടെ തലച്ചോറ് നമ്മളോട് കാണിക്കുന്ന ഒരു ചെറിയ വിദ്യയാണിത്. നമ്മൾ കണ്ണുകൾ ഇങ്ങനെ വേഗത്തിൽ ചലിപ്പിക്കുന്ന സമയത്ത്, അതായത് സക്കേഡുകൾ എന്നൊക്കെ പറയുന്ന ഒരു ചലനം കണ്ണിൽ നടക്കുന്ന സമയത്താണ് ഈ കാഴ്ചയിൽ അവ്യക്തത ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അവ്യക്തത വരാതിരിക്കാൻ തലച്ചോറ് ആ ഒരു നിമിഷത്തെ കാഴ്ചയെ ഒന്ന് കുറച്ച് നേരത്തേക്ക് നിർത്തിവെക്കും. എന്നിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് നോട്ടം മാറുമ്പോൾ ഈ ഇടവേള നികത്താൻ വേണ്ടി തലച്ചോറ് ആ പുതിയ ദൃശ്യം കുറച്ചുകൂടി നേരത്തെ കണ്ടതായി നമ്മളെ തോന്നിപ്പിക്കും. അതുകൊണ്ടാണ് ആ ഒരു സെക്കൻഡ് സൂചി അനങ്ങാതെ നിന്നതായി നമുക്ക് സത്യത്തിൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. സമയം എന്ന് പറയുന്നത് ഒരു വീഡിയോ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് പോലെ അല്ല, മറിച്ച് നമ്മുടെ തലച്ചോറ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് സമയം എന്നുള്ളൊരു തോന്നൽ. നമ്മുടെ തലച്ചോറ് സമയത്തെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആശയം ഈ ഒരു ചെറിയ നിമിഷങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല കേട്ടോ. പകരം ഇന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിലും, അതായത് നമ്മുടെ ബയോളജിയിൽ തന്നെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് ന്യൂറോ സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിനെയാണ് സർക്കേഡിയൻ റിഥം അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള ടൈം ക്ലോക്ക് എന്നൊക്കെ സാധാരണ പറയാറുള്ളത്. ഒരു ക്ലോക്കിൽ സെക്കൻഡ് സൂചി നിൽക്കുന്നത് കാണുന്നതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഉള്ളിലെ ക്ലോക്കിൻ്റെ പ്രവർത്തനം. നമ്മുടെ ശരീരത്തിലെ ഓരോരോ സെല്ലും അതിൻ്റേതായ ഒരു കുഞ്ഞൻ ക്ലോക്ക് വെച്ച് സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഉണരുമ്പോൾ ചില ഹോർമോണുകൾ കൂടുന്നതും, രാത്രി ഉറക്കം വരുമ്പോൾ മറ്റു ചില ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതും, ശരീരത്തിൻ്റെ ചൂട് കൂടുന്നതും കുറയുന്നതും, എന്തിന് നമ്മുടെ ഉറക്കവും ഉണർന്നിരിക്കുന്നതുമായിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ള സൈക്കിൾ വരെ കൺട്രോൾ ചെയ്യുന്നത് ഈ ശരീരത്തിലെ ക്ലോക്കുകളാണ്, ഓരോ സെല്ലിലുമുള്ള ക്ലോക്കുകളാണ്. ഇതിൻ്റെയൊക്കെ മെയിൻ സ്വിച്ച് എവിടെയാണ്? അതിരിക്കുന്നത് തലച്ചോറിലെ ഹൈപ്പോ തലാമസിലുള്ള സുപ്രാ കയസ്മാറ്റിക് ന്യൂക്ലിയസ് അഥവാ SCN എന്ന് പേരുള്ളൊരു ചെറിയ ഭാഗത്താണ്. നമ്മൾ ഷിഫ്റ്റ് ജോലി ചെയ്യുമ്പോഴോ ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ജെറ്റ് ലാഗ് എന്ന് പറയുന്ന അവസ്ഥയില്ലേ, അല്ലെങ്കിൽ ഉറക്കം ശരിയാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഈ താളം തെറ്റുമ്പോൾ സത്യത്തിൽ നമുക്ക് ഡിപ്രഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങളും ദഹന പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സമയം എന്ന് പറയുന്ന വെറുമൊരു ഐഡിയയെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഐഡിയയെ നമ്മുടെ ശരീരത്തിൽ അത് ശരീരത്തിൻ്റെതായ ഒരു ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ശരീരത്തിലെ ക്ലോക്കുകൾക്ക് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ പോലെയുള്ള രാവും പകലും അറിയാൻ കഴിയുന്ന പുറത്തു നിന്നുള്ള സൂചനകൾ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു ചോദ്യമാണ് നമ്മളെ മൈക്കിൾ സിഫ്രയുടെ ഗുഹകൾക്കകത്തുള്ള പരീക്ഷണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. 1960കളിലും അതിനുശേഷവും മൈക്കിൾ സിഫ്രെ എന്ന ഫ്രഞ്ചുകാരനായ ശാസ്ത്രജ്ഞൻ മാസങ്ങളോളം വലിയ ഗുഹകളിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ ആരംഭിച്ചു. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ, സൂര്യപ്രകാശമില്ലാതെ, ക്ലോക്കോ കലണ്ടറോ ഒന്നുമില്ലാതെയായിരുന്നു ആ താമസം. മനുഷ്യ ശരീരത്തിൽ പുറമേ നിന്നുള്ള സഹായമില്ലാതെ നാച്ചുറൽ റിതം എങ്ങനെയായിരിക്കും എന്ന് പഠിക്കാനാണ് പുള്ളി ഇത് ചെയ്തത്. അങ്ങനെ കുറേ കാലം അങ്ങനെ താമസിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്തെക്കുറിച്ചുള്ള ബോധമൊക്കെ ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞതായിട്ടാണ് പഠനം സൂചിപ്പിക്കുന്നത്. എത്ര ദിവസം കഴിഞ്ഞു എന്നൊന്നും പിടിയില്ലാതെ ഒരു മാസം താൻ പുറകിലാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിലേക്ക് പോയി. ഏകദേശം കൃത്യമായ രീതിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഉറക്കമൊക്കെ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങി. ചില ദിവസങ്ങളിൽ ഒരു ദിവസത്തിൻ്റെ 12 മണിക്കൂർ വരെ ഉറങ്ങി ഇരുന്നിട്ട് 36 മണിക്കൂർ വരെ ഉറങ്ങാതിരിക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായി. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ക്ലോക്ക് ഉണ്ടെങ്കിലും ഈ ക്ലോക്കിന് സൂര്യപ്രകാശം പോലെയുള്ള പുറത്തു നിന്നുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് 24 മണിക്കൂറുള്ള ദിവസവുമായി ഒത്തുപോകുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇവോൾവ് ചെയ്തതുമായി ഒത്തുപോകുകയുള്ളൂ എന്നീ പരീക്ഷണങ്ങൾ തെളിയിച്ചു. ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ സമയം അത് അതിൻ്റെ വഴിക്ക് താളം തെറ്റും. ഇനി സിഫ്രയുടെ അനുഭവങ്ങൾ കാണിക്കുന്നത് നമ്മുടെ സമയബോധം ചിലപ്പോൾ കൂടാനും കുറയാനുമൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണല്ലോ. ഇതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായ, എന്നാൽ അതുപോലെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സമയമാറ്റം നടക്കുന്നത് നമ്മൾ വല്ലാതെ പേടിക്കുമ്പോഴാണ്. അങ്ങനെയാണ് പേടിയും സമയവും എന്നുള്ളൊരു പോയിന്റ് കടന്നു വരുന്നത്. വലിയ അപകടങ്ങളിൽ നിന്നോ മരിക്കാൻ വരെ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങളിൽ നിന്നോ രക്ഷപ്പെട്ട പലരും പറയാറുള്ളൊരു കാര്യമുണ്ട്. ആ സമയത്ത് കാര്യങ്ങളൊക്കെ വളരെ പതുക്കെ ഒരു സ്ലോ മോഷനിൽ നീങ്ങുന്നത് പോലെയാണ് തോന്നിയത് എന്ന്. ഇത് യഥാർത്ഥത്തിൽ ആരെങ്കിലും സമയത്തിൻ്റെ വേഗത കുറച്ചതോ അല്ലെങ്കിൽ സമയം നാച്ചുറലി പതുക്കെ ആയതോ കൊണ്ടൊന്നും അല്ല, മറിച്ച് നമ്മുടെ ഓർമ്മയുടെയും തലച്ചോറിൻ്റെയും ഒരു കമ്പൈൻഡ് കളിയാണ്. അങ്ങനെയുള്ള പേടിപ്പിക്കുന്ന നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വരുന്ന സമയങ്ങളിൽ നമ്മുടെ തലച്ചോറിൽ അഡ്രിനാലിൻ എന്നൊരു ഹോർമോൺ ഭയങ്കരമായിട്ട് കൂടും.
ഈ അഡ്രിനാലിൻ കാരണം നമ്മുടെ ശ്രദ്ധ കൂടും, കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി ഓർമ്മയിൽ നിലനിൽക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ തലച്ചോറിൽ രേഖപ്പെടുത്തും. പിന്നീട് നമ്മൾ ആ സംഭവം ഇങ്ങനെ ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ അവിടെ ഉണ്ടാകുമല്ലോ. ഈ സമയത്തേക്കാൾ, സാധാരണ സമയത്തിൽ ഓർമ്മിച്ചു വെക്കുന്ന ഓർമ്മകളേക്കാൾ കൂടുതൽ സംഭവങ്ങൾ ഓർമ്മിച്ചു വെക്കുന്നത് കൊണ്ടാണ് സമയം നീണ്ടതുപോലെ തോന്നുന്നത്. ആ പേടിപ്പിച്ച നിമിഷങ്ങൾ നീണ്ടുപോയതുപോലെ പിന്നീട് കുറേ നാൾ ട്രോമാറ്റിക് ആയിട്ട് നമ്മളെ ഇങ്ങനെ അഫക്റ്റ് ചെയ്യും. അഡ്രിനാലിൻ നമ്മുടെ സമയത്തെക്കുറിച്ചുള്ള ചിന്തകളെ ചില നേരങ്ങളിൽ മാറ്റുന്നത് പോലെ നമ്മൾ സാധാരണയായി ചിന്തിക്കുന്ന സമയം എന്നൊരു വാക്ക് പോലും ഇല്ലാത്ത ഒരു കൂട്ടം ജനത ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ? അതാണ് ഈ കൾച്ചറൽ ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. പ്രത്യേകിച്ച് ബ്രസീലിലെ ആമസോൺ കാടുകളിൽ താമസിക്കുന്ന അമോണ്ടോവ എന്ന ഗോത്രവർഗത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സമയം എന്നൊരു പൊതുവായ വാക്ക് അവരുടെ ഭാഷയിൽ ഇല്ലെന്നാണ് ഭാഷാശാസ്ത്രജ്ഞരും നരവംശ ശാസ്ത്രജ്ഞരും പറയുന്നത്. അതുപോലെ ഇന്നലെ, ഇന്ന്, നാളെ എന്നൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പോലത്തെ വാക്കുകൾ അല്ലെങ്കിൽ ടെൻസ്, ഭാഷയിലെ ടെൻസ് എന്ന് പറയുന്ന സാധനം അവരിൽ കുറവാണ്. പകരം ഓരോ സംഭവങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് അല്ലെങ്കിൽ പ്രത്യേക ജോലികളുടെയോ പ്രകൃതിയിലെ മാറ്റങ്ങളുടെയോ ഒക്കെ പേരും മറയും വെച്ചാണ് അവർ സമയത്തെ കണക്കാക്കുന്നത്. നമ്മൾ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ സമയം പോലെയുള്ള കാര്യങ്ങളെ ബാധിക്കുന്നു എന്നാണ് ഈ ജനത പഠിപ്പിച്ചു തരുന്നത്. സമയം എന്നത് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ സംസ്കാരവും ഭാഷയുമൊക്കെ അതിനെ ഒരുപാട് മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. സമയം എന്ന വാക്ക് പോലും ചിലപ്പോൾ ഇല്ലാത്ത അമോണ്ടോവക്കാരുടെ രീതിക്ക് നേരെ വിപരീതമായി മനുഷ്യർക്ക് കിട്ടിയ ഒരു അപാരമായ കഴിവുണ്ട്. മനസ്സുകൊണ്ട് ടൈം ട്രാവൽ ചെയ്യാനുള്ളൊരു കഴിവ്. അതായത് പഴയ കാലത്തെ സ്വന്തം അനുഭവങ്ങളിലേക്ക്, അതായത് നമ്മളതിനെ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയും, അതിലേക്ക് മനസ്സുകൊണ്ട് തിരിച്ചു പോകാനും ഭാവിയിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് ഊഹിക്കാനും നമുക്ക് പറ്റും. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ ക്രോണസ്തേഷ്യ എന്ന് വിളിക്കുന്നത്. ഇത് വെറുതെ കാര്യങ്ങൾ ഓർക്കുന്നത് പോലെയല്ല, പണ്ട് നടന്ന സംഭവങ്ങൾ അന്നത്തെ അതേ ഫീലിങ്സോട് കൂടി വീണ്ടും അനുഭവിക്കുന്നത് പോലെയാണ്. അതുപോലെ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും ഇത് നമ്മളെ സഹായിക്കും. ഈ ഒരു കഴിവ് തലച്ചോറിൻ്റെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ പുറത്തുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ ഇരിക്കുമ്പോൾ ഈ സിസ്റ്റം ആക്റ്റീവ് ആവും. ഒരു പ്രധാനപ്പെട്ട പ്രസംഗം മനസ്സിൽ പതിഞ്ഞു നോക്കുന്നതും, പണ്ട് ചെയ്ത ഒരു തെറ്റോർത്ത് വിഷമിക്കുന്നതും, അല്ലെങ്കിൽ ഭാവിയിലെ ഒരു യാത്ര പോകുന്നത് സ്വപ്നം കാണുന്നതുമൊക്കെ ഇത്തരത്തിലുള്ളൊരു കഴിവ് നമുക്കുള്ളത് കൊണ്ടാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ ടൈം ലൈനിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ തലച്ചോറ് ഒരു കഥ പോലെ കാര്യങ്ങൾ അടുക്കിപ്പെറുക്കാൻ സമയത്തിലൂടെ മനസ്സുകൊണ്ട് യാത്ര ചെയ്യുന്നത് പോലെ തന്നെ മറ്റൊരു രസകരമായ പണിയും അത് ചെയ്യാറുണ്ട്. കാരണങ്ങളെയും ഫലങ്ങളെയും ഏതാണ്ട് ഒരേ സമയം നടന്നതായി കൂട്ടിച്ചേർക്കുന്നു. അതായത് ആക്ഷൻ ആൻഡ് റീസൺ, ഇത് രണ്ടും പരസ്പരം കണക്ട് ചെയ്യും. ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന ഒരു പരിപാടിയെ നമ്മൾ ടെമ്പറൽ ബെൻഡിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു സ്വിച്ച് ഇടുന്നു, അപ്പോൾ ലൈറ്റ് കത്തുന്നു. നിങ്ങൾ സ്വിച്ച് ഇട്ടതും ലൈറ്റ് കത്തുന്നതിനുമിടയിൽ ചെറിയൊരു കാലതാമസമുണ്ട്, ഒരു സെക്കൻഡിൻ്റെ ചെറിയൊരു അംശമായിരിക്കും. എന്നാലും ഈ രണ്ട് കാര്യങ്ങളും ഏതാണ്ട് ഒരേ സമയത്ത് നടന്നതായിട്ടായിരിക്കും നിങ്ങളുടെ തലച്ചോറിന് തോന്നുക. ഈ ഒരു തോന്നലാണ് ടെമ്പറൽ ബൈൻഡിങ്. തലച്ചോറ് നമ്മൾ ചെയ്യുന്ന കാര്യത്തെയും അതിൻ്റെ ഫലത്തെയും ചേർത്ത് വയ്ക്കും. അവയ്ക്കിടയിലുള്ള സമയം വളരെ കുറഞ്ഞതാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുകയും ചെയ്യും. ഈ ഒരു സൂത്രപ്പണി നമ്മളാണ് ആ ഒരു കാര്യം ചെയ്തതെന്നും അതിൻ്റെ ഫലം നമ്മൾ കാരണം ഉണ്ടായതാണ് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നതിൽ പ്രധാനമാണ് ദ സെൻസ് ഓഫ് ഏജൻസി. ഇത് ലോകവുമായി നമ്മൾ ഇടപെടുന്ന രീതിയെ എളുപ്പമാക്കുന്നു. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും അതിൻ്റെ ഫലങ്ങളും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ ഫലവും തമ്മിൽ നല്ലൊരു ഒഴുക്കുള്ളതായി നമുക്ക് അനുഭവപ്പെടും. ചെറിയ സംഭവങ്ങളെ അടുപ്പിച്ച് കാരണകാര്യം സഹിതം മനസ്സിലാക്കാൻ തലച്ചോറ് നമ്മളെ സഹായിക്കുന്നത് പോലെ വലിയ കാലയളവുകളെക്കുറിച്ചുള്ള നമ്മുടെ തോന്നലുകളിലും ചില പ്രത്യേകതകളുണ്ട്. പ്രായം കൂടുന്തോറും സമയം കൂടുതൽ വേഗത്തിൽ പറന്നു പോകുന്നതായി നിങ്ങൾക്ക് തോന്നാറില്ലേ? എനിക്ക് തോന്നാറുണ്ട്. ഈ ഒരു അനുഭവം മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതിനെ വാർദ്ധക്യത്തിലെ സമയസങ്കോചം അഥവാ ടൈം കംപ്രഷൻ എഫക്റ്റ് ഓഫ് ഏജിങ് എന്ന് പറയും. കുട്ടിക്കാലത്ത് ഒരു വർഷം എത്ര പതിയാണ് പോയിരുന്നത്, 2 മാസത്തെ വെക്കേഷൻ എത്രത്തോളം നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് തീരുന്നത്. 2025 പകുതിയായി കഴിഞ്ഞു. അപ്പോൾ പ്രായമായവർ പറയുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ചാൽ പ്രായം പെട്ടെന്ന് പോകുന്നു എന്നാണ്. അപ്പോൾ ഈ ആനുപാതിക സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രൊപ്പോർഷണൽ തിയറി. അതായത് നമ്മൾ വലുതാകും തോറും ഒരു വർഷം എന്നത് നമ്മുടെ ആകെ ജീവിച്ച കാലഘട്ടത്തിൻ്റെ ചെറിയൊരു ശതമാനമായി മാത്രം ചുരുങ്ങുന്നു. 2 വയസ്സുള്ള ഒരാൾക്ക് ഒരു വർഷം കടന്നു പോകുക എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൻ്റെ 50%. 10 വയസ്സുള്ള ഒരാൾക്ക് ഒരു വർഷം കടന്നു പോകുക എന്ന് പറഞ്ഞാൽ അയാളുടെ ആകെ ജീവിതത്തിൻ്റെ 10%. അപ്പോൾ ഉദാഹരണത്തിന് 5 വയസ്സുള്ളൊരു കുട്ടിക്ക് ഒരു വർഷം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ 20%.
50 വയസ്സുള്ള ഒരാൾക്ക് ഒരു വർഷം എന്ന് പറയുന്നത് അയാൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ വെറും 2% മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പുതിയ അനുഭവങ്ങളുടെ കുറവാണ്. കുട്ടിക്കാലത്തും ചെറുപ്പത്തിലും ഒരുപാട് പുതിയ കാര്യങ്ങൾ നടക്കും, അത് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കും. എന്നാൽ പ്രായമാകുമ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നു, ജീവിതം മിക്കവാറും വിരസമായിരിക്കും, പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ പുതിയ ഓർമ്മകൾ കുറയുമ്പോൾ ആ കാലം തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് അതൊക്കെ കഴിഞ്ഞു പോയതായി തോന്നും. ഇത് കാണിക്കുന്നത് ജീവിതകാലം മുഴുവൻ സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ ഒന്നല്ല, മറിച്ച് നമ്മുടെ അനുഭവങ്ങൾ, ഓർമ്മകൾ, എന്തിന് നമ്മൾ ഏത് പ്രായത്തിലാണ് എന്നതുപോലെയുള്ള കാര്യങ്ങൾക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുമെന്നാണ്. അപ്പോൾ പെർസെപ്ഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ തോട്ടായിട്ട് എടുത്താൽ, അല്ലെങ്കിൽ നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള വർക്കിൻ്റെ ഭാഗമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അത് ഭൗതിക ശാസ്ത്രത്തിൽ നമ്മൾ പറയുന്ന 1 സെക്കൻഡ് ടൈമോ ടൈം ഡയലേഷനോ അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ നമുക്ക് നമ്മുടെ സെൻസ് ഓഫ് ടൈം വെച്ച് വിശദീകരിക്കാൻ കഴിയും. അതാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തിയത്. വളരെ വ്യത്യസ്തമായൊരു ടോപ്പിക്കായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ബൈ.